ഗായ്സ് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നു. അപ്പോൾ വരൂ ഗായ്സ്. ഞങ്ങളങ്ങനെ റോഡിൽ വായി നോക്കി നിൽക്കുന്നു. എവിടെ പോകുന്നു? സിനിമയ്ക്ക് പോകുന്നു. പോയിട്ട് വരാം. അപ്പോൾ പിന്നെ ബസ്സിൽ കയറി നമ്മൾ നേരെ ഡ്രീംസ് മോളിലേക്ക് പോവുകയാണ്. ഒരു 13 രൂപ പോയിന്റേ ഉള്ളൂ കേട്ടോ, തട്ടാമ്പിയിൽ നിന്ന് കൊട്ടിയം വരെ. കൊട്ടിയത്ത് വരെ പോകുന്നതിൻ്റെ കാഴ്ചകളൊന്നും എടുക്കണ്ടല്ലോ. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് ഇപ്പോൾ കൊട്ടിയം. ഇൻഫ്രാസ്ട്രക്ചറലി ഭയങ്കര ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണല്ലോ അത്. മേൽപ്പാലം വന്നു കഴിയുമ്പോൾ തിരക്കൊക്കെ കുറയുമായിരിക്കും. പക്ഷേ നല്ല കാര്യമല്ലേ, കുറേ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. പുതിയ പുതിയ ചിലവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് കൊട്ടിയാണോ എന്ന് പോലും നമുക്ക് ഡൗട്ട് അടിക്കും. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രീംസ് മോൾ. അത്യാവശ്യം നല്ല മാളുമാണ്, വലുതുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമായി മാറി. കുറച്ചുകൂടെയൊക്കെ ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നേരെ കണ്ടത് ട്രെയിനാണ്. ട്രെയിൻ കണ്ടപ്പോൾ എനിക്കൊരു വൈബ് അടിച്ചു കയറാൻ. പക്ഷേ ആ പ്രായമല്ലല്ലോ ഗൈസ്, അതുകൊണ്ട് ഇനി വലിഞ്ഞ് കയറിയില്ല. പിന്നെ ഒന്ന് KFC കയറണം, കയറിയില്ല. തിരിച്ചിറങ്ങുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബുക്ക് മൈ ഷോയിൽ 2:15 സിനിമ. ബുക്ക് ചെയ്തില്ല. ബുക്ക് ചെയ്യുമ്പോൾ പിന്നെ ആ സർവീസ് ചാർജ് കൂടെ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് നേരെ ഇങ്ങ് പോരുന്നതാണ്. ബുക്ക് ചെയ്യാഞ്ഞെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്ക് കണ്ടില്ലായിരുന്നു. ടിക്കറ്റിൻ്റെ ഇത് നോക്കിയപ്പോൾ, സ്ലോട്ട് നോക്കിയപ്പോൾ. അങ്ങനെ ഈ ആശീർവാദ് 3rd ഫ്ലോറിലാണ്. നേരെ ലിഫ്റ്റ് കയറി ബോക്സ് ഓഫീസ് എന്നുള്ള ഇവിടുന്നാണ് ടിക്കറ്റ് കളക്ട് ചെയ്തത്. ഏകദേശം 180 രൂപ അടുപ്പിച്ചാകും ഒരാൾക്ക്. ടിക്കറ്റ് എടുക്കുക. പിന്നെ ഇവിടെ കുറച്ച് ചെക്കിങ്ങും പരിപാടികളും ഉണ്ട്. ഔട്ട്സൈഡ് ഫുഡ്സ് ആർ നോട്ട് അലൗഡ്. അത് മോളുകളിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പം നേരെ അകത്ത് കയറി നമ്മുടെ സ്ക്രീൻ ഏതാണെന്ന് കൺഫേം ചെയ്തിട്ട് പിന്നെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി നോക്കി. നമ്മൾ കുറച്ചൊന്ന് സെറ്റപ്പ് ആയിരിക്കണമല്ലോ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ. അങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ, ഞാൻ പ്രത്യേകത ഒന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വേറെ പോപ്കോൺ വാങ്ങണം. അപ്പം പോപ്കോൺ മേടിക്കാൻ അതിൻ്റെ ഒരു ചെറിയ ടബ് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പോവാ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ തിന്നണമല്ലോ, കുറച്ചുകൊണ്ടിരിക്കണമല്ലോ. അതൊരു എല്ലാവരുടെയും ഒരു ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ. എനിക്ക് പക്ഷേ ഇത് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും യാശുവിനെ നന്നായിട്ട് മിസ് ചെയ്തു. അവന് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കണ്ടില്ലേലും കുഴപ്പമില്ല, വെച്ചിട്ട് 2 പ്രാവശ്യം നമ്മൾ പോപ്കോൺ വെച്ചിടും. അതായത് ഇൻ്റർവെല്ലിന് മുമ്പും ഇൻ്റർവെല്ലിന് ശേഷം അവൻ്റെ കയ്യിൽ പുതിയ റീഫിൽ പോലെ പോപ്കോൺ വേണം. അപ്പോൾ അങ്ങനെ ഒരു ടബ്ബൊക്കെ വാങ്ങി അവൾ ഹാപ്പി ആയിട്ടോ. ഒരു ടബിന് ഏകദേശം 130 രൂപ അടുപ്പിച്ചായി ഇത്. പക്ഷേ മിക്സഡ് ആണ് തന്നത്. അങ്ങനെ നമ്മൾ OD1 കയറി. അത്യാവശ്യം നല്ല തിയേറ്റർ ആയിരുന്നു കേട്ടോ. വലിയ സ്പേസ് ഉള്ളൊരു തിയേറ്ററാണ്. ആശീർവാദ് സിനിമാസിൻ്റെ 4K ഡോൾബി അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള തിയേറ്ററാണ്. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ തിയേറ്ററായിരുന്നു OD1. ഇവിടെ 2-3 സ്ക്രീൻ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഞാൻ വേറൊരു സ്ക്രീനിൽ മുമ്പ് വന്നിട്ടുമുണ്ട്. അപ്പോൾ നല്ല സീറ്റിംഗ് സ്പേസും നല്ല വിശാലമായി സുഖമായി ഇരിക്കാൻ പറ്റുന്നു. അപ്പോൾ കൊള്ളാം. അപ്പോഴത്തേക്ക് ഇവിടെ തീറ്റി തുടങ്ങി ഗൈസ്. ഒന്നും പറയാനില്ല എനിക്ക്. പിന്നെ എന്തുവാ, ക്യാരമൽ വാങ്ങുമ്പോൾ പിന്നെ മധുരം കാണത്തില്ലേ? എല്ലാം ഉണ്ട്. ഒന്ന് കുലുക്കിയാൽ മതി. കൈ അടച്ചു വെച്ചിട്ടൊന്ന് കുലുക്കി നോക്ക്. ഇല്ല കിട്ടത്തില്ല. ക്യാരമൽ തോനെ ഇടാൻ പറഞ്ഞതുകൊണ്ട് അവൻ ക്യാരമൽ ഇട്ടത്. ക്യാരമൽ പ്രത്യേക പൈസയാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയത്തില്ല. നീ മധുരം പിടിക്കുന്നില്ല ചേച്ചി? പക്ഷെ തിന്നുന്നുണ്ടല്ലോ. പിടിക്കുന്നില്ലെങ്കിലും തിന്നുന്നുണ്ട്. അതെനിക്കറിഞ്ഞൂടാ. അതെങ്ങനെ പറ്റുന്നു പറയൂ. എനിക്കിതൊന്നും വേണ്ട. എനിക്ക് ആ ചീസും തിന്നൂടാ, ക്യാരമലും തിന്നൂടാ. ഉപ്പ് മാത്രമേ തിന്നാവുള്ളൂ. നിനക്ക് വേണ്ടി മേടിച്ചത്. നീ പതുക്കെ തിന്നാൽ മതി. ഈ സിനിമ തീരുമ്പോഴത്തേക്ക് മൊത്തം ചെറിയ ടബല്ലേ മേടിച്ച്. എൻ്റെ ഈ ആശു ഉണ്ടായിരുന്ന ഇതിപ്പോൾ മൊത്തം തിന്ന് നിർത്തിയാണ്. പറ്റണതുമില്ല. അതേത് പാവം. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അവർക്ക് ചെടിക്കുന്നതും ഉണ്ട്. ഒരെണ്ണം തന്നെ തിന്നത് എനിക്ക് വേണ്ട. പിന്നെ ക്യാരമൽ തന്നാൽ എനിക്ക് ഒരെണ്ണം മതി. നല്ല മധുരം ഉണ്ട്. എടി അതിന്റെ ഇടയ്ക്ക് ഉണ്ടടി അത്. അതെന്തോ? അതും ക്യാരമലാ. അത് ക്യാരമലാടിയത്, പഞ്ചാരക്കകത്ത് കൂട്ടിയത്. അവിടെ നിന്ന് ചേർക്കാൻ പറഞ്ഞ ക്യാരമലിന് പ്രത്യേക പൈസ ഒരുമിച്ച് തരത്തുള്ളൂ അല്ലേ? പക്ഷെ 3 മിക്സ് ചെയ്ത് തന്നു. അതിനകത്ത് ചീസും ഉണ്ട്, സോൾട്ടും ഉണ്ട്. നോക്ക്. സോൾട്ട് മതിയായിരുന്നു. താങ്കളുടെ ഐഡിയ ആയതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. തിരക്ക് കുറവാണ്. പക്ഷെ 180, 100 അങ്ങനെയൊക്കെയാണ് റേഞ്ച് വരുന്നത്. 130 എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് 180 ആണോ? ടിക്കറ്റിന്റെ റേറ്റ് ആണ് ഞാൻ ചോദിച്ചത്. ഓരോ കാറ്റഗറി കൊണ്ടും ബാക്കിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ട് കാണാൻ പറ്റും. കിടന്നൊക്കെ കാണാം. ഇത്രയൊക്കെ ആവശ്യമേ അല്ലേ? പൊന്നമ്പളി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഞാൻ നിശയായിട്ട്
സിനിമ കാണാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് പക്ഷെ ഇത്രയും വലിയ തിയേറ്റർ അല്ലായിരുന്നു, ചെറിയ തിയേറ്റർ വന്നിട്ടുണ്ട്. ഏതോ സിനിമ കാണാൻ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ ഇട്ടേക്കുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. വാഷ്റൂമൊക്കെ നല്ല ക്ലീനാണ്. അപ്പം എല്ലാം കൊള്ളാം. കൊലമ്പളി സിനിമ കണ്ടിട്ട് വരാമെന്ന് പറ. അങ്ങനെ പടം കണ്ട് ഗൈസ്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. മൈഡിയർ കുട്ടിച്ചാത്തനാണ് ഗൈസ്. എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. പ്രേതത്തിൻ്റെ ഒന്നും ഒരു എഫക്റ്റ് ഇല്ലാത്തൊരു ഫീല്. പിന്നെന്തോ കുറേ നാൾക്ക് ശേഷം ഒരു പ്രേതപടം വന്ന ഒരു എഫക്റ്റ്, അതൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഭയങ്കര പേടിച്ചു. പിന്നെന്തോ ഈ കിടന്നു എന്നൊക്കെ പറഞ്ഞ മാറ്റി 3D കുട്ടിച്ചാത്തം കണ്ട എഫക്റ്റ് ആകും. അപ്പോൾ ആ പറഞ്ഞ ഇഫക്റ്റാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട മോഡ് പോലും എനിക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഒരു വൺ ടൈം വാച്ചബിൾ, അല്ലെങ്കിൽ OTT കാണാവുന്നത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഭയങ്കര ഹൈപ്പിൽ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കിയെന്നേ ഉള്ളൂ. പക്ഷെ വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ തോന്നി. KFC വന്നു. യാഷിക്കുട്ടൻ്റെ ഇവിടുത്തെ ബർഗർ ഇഷ്ടമാണ്, പക്ഷേ അവന് മയോണൈസ് അലർജി ആയതുകൊണ്ട് അവനൊരു മയോണൈസ് ഇല്ലാത്ത ബർഗർ ഇവിടെ സാധാരണ പറഞ്ഞ് വാങ്ങാറുള്ളതാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, അത് വാങ്ങാൻ ഓർഡർ കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ ലുലു ഡെയിലിയിലൊന്ന് കയറി കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങണമായിരുന്നു. അപ്പോൾ നേരെ എസ്കലേറ്റർ കയറി മേളിൽ പോയിട്ട് ഇതിൻ്റെ താഴെ വരാമെന്ന് വിചാരിച്ചു. സാധാരണ താഴെ നിന്നെല്ലാം എടുത്തിട്ട് മേളിൽ പോകുന്നതാണ്. പക്ഷേ എസ്കലേറ്റർ കയറി മേളിൽ ചെന്നപ്പോൾ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്രീഡം സീലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഓഫേഴ്സൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയത് ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എൻ്റെത് ഇച്ചിരി ഒന്ന് പഴയതായി. അപ്പോൾ ഒരു PCFിൻ്റെ മെൻസ്ട്രൽ കപ്പ് എടുത്തു. അതിനൊരു 349 രൂപയുള്ളൂ. ഇപ്പോഴും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാത്തവരുണ്ടോ? നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ PCFിൻ്റെ അതെടുത്തു. പിന്നെ പീരീഡ്സ് പാൻറ്റീസ്, അതൊക്കെ നമുക്കിപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതും ഒരു നല്ല ഓപ്ഷനാണ്. PCFിൻ്റെ തന്നെയാണ് അതും എടുത്തത്. അതും നല്ലതായിരുന്നു. പിന്നെ ഇതാ അങ്കിൾ ജോൺസിൻ്റെ ഐസ്ക്രീം, അതൊരു നല്ല ബ്രാൻഡാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇച്ചിരി വില കൂടുതലാണ്, പക്ഷേ നല്ലതാ. ലാസയുടെ മറ്റേ ഐസ്ക്രീമിനകത്ത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള 199 രൂപ, 2-3 ഫ്ലേവേഴ്സും ഉണ്ട് കേട്ടോ. അദ്ദേഹം വാങ്ങിയില്ല. അപ്പോൾ അങ്ങനെ ബില്ല് ചെയ്ത് ഇത്രയും കുറച്ച് സാധനങ്ങളൊന്നും ഓടിച്ചിട്ട് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ മിൻറ്റ് ലൈമും കൂടെ വാങ്ങി. അത് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനം നല്ല ഒരു സാധനം. പക്ഷേ ഷുഗർ ഉണ്ടായിരുന്നു. ഞാൻ ഷുഗർ ഇല്ലെന്നും പറഞ്ഞാൽ വാങ്ങിയത്. പക്ഷെ പഞ്ചാര ഇച്ചിരി ഉണ്ട്. പക്ഷെ മിൻറ്റ് ലൈം ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. മിൻറ്റിൻ്റെ കുത്തലോ കാര്യങ്ങളൊന്നുമില്ല. അതൊരു നല്ല ഓപ്ഷനാണ്. ഒരു 40 റുപ്പീസേ ഉള്ളൂ. നല്ല വലിയ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് KFCന്ന് സാധനവും വാങ്ങി ഇറങ്ങി. ഇതാണ്ടേ നേരെ ഇതിൻ്റെ മുമ്പിൽ നിന്നാലും ബസ് കിട്ടും. അപ്പോൾ 2-3 ചേച്ചിമാരും അവിടെ നിൽപ്പുണ്ടായിരുന്നു നമ്മളെപ്പോലെ ബസ് കയറാൻ. അതുകൊണ്ട് ഇവിടെ നിർത്തും എന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ KSRTC കൊണ്ടുവന്ന് ഇവിടെ ചവിട്ടി. അപ്പോൾ ഞങ്ങൾ കയറുകയും ചെയ്തു. പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു ഗായ്സ്. നേരെ പിന്നെ ഞങ്ങൾ ആ ബസ്സിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങി ഓടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സ് അങ്ങ് മിസ്സായി പോയി. ഞാൻ കളഞ്ഞിട്ട് വരും, പക്ഷേ എന്തായാലും ആശീർവാദം വന്നപ്പോൾ സാധനമുണ്ട്. അല്ലേ അവരത് എടുത്തു വെച്ചിരിക്കുന്നു. അല്ലേ ഞങ്ങൾ എന്തോരം ദൂരം ഓടി, ശരിക്കും ഓടി ഗൈസ്. ഓടി തിരിച്ചു പോയി. എന്ത് ചെയ്യടി പേഴ്സ്? മഞ്ഞ പേഴ്സ്. ആ മഞ്ഞ പേഴ്സിന് വേണ്ടി ഒരു റൗണ്ട് ഓടിയിട്ട് വരുന്ന ഇത് അവിടെ മിസ്സായി പോയി. ഇനി വീണ്ടും ബസ് കയറാം. ഒരു പ്രാവശ്യം ബസ് കയറി, പിന്നെയും ബസ് കയറാൻ പോകും. അപ്പോൾ അങ്ങനെ പുതിയ ബസ് പിടിച്ച് പിന്നെ വീടെത്തി ഗൈസ്. അപ്പോൾ സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം കേട്ടോ. എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ കാണാൻ പോകുന്നെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.